നമസ്കാരം ചെൽസി ഫാൻസ്, ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ബാക്ക് ടു ചെൽസിക്കാരൻ ചാനൽ. മറ്റൊരു ട്രാൻസ്ഫർ വിശേഷങ്ങളുമായിട്ട് വളരെ ടാക്ടിക്കലും സ്ട്രാറ്റജിക്കും ആയിട്ടുള്ള ട്രാൻസ്ഫേഴ്സ് ആണ് നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഗോൾ കീപ്പർ പൊസിഷൻ ആയിരുന്നു. ഒരുപാട് പേരുടെ ചോദ്യമായിരുന്നു ഗോൾ കീപ്പേഴ്സ്. ഞാൻ പറഞ്ഞൊരു പോയിന്റ് ആയിരുന്നു, നമുക്ക് ഗോൾ കീപ്പേഴ്സിന് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും ഒക്കെ വിൽക്കാണ്ട് നമുക്ക് ചുമ്മാ ഗോൾ കീപ്പേഴ്സിന് ആഡ് ചെയ്യാൻ പറ്റില്ല. റോബർട്ട് സാഞ്ചസിനെയും പെട്രോവിച്ചിനെയും വെച്ച് ഒരു സീസൺ നമുക്ക് കൊണ്ടുപോകാന്നുണ്ടെങ്കിൽ തന്നെ നമ്മളൊരു ടൈറ്റിൽ ചാലഞ്ചിങ് ടീമൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ അതിനേതായ തരത്തിലുള്ള ഗോൾ കീപ്പേഴ്സിനെ നമ്മൾ ആഡ് ചെയ്തേ പറ്റൂ. ഒരു പക്ഷെ ഞാൻ വിചാരിച്ചു ഈ സീസൺ മുഴുവൻ നമ്മൾ സാഞ്ചസും പെട്രോവിച്ചുമായിട്ട് കഴിഞ്ഞുകൂടും, എന്നിട്ട് അടുത്ത സീസൺ നമ്മളൊരു ടാർഗറ്റ് ചെയ്യുന്നുള്ളത് തന്നെ മെറസ്ക പോയി പറഞ്ഞു. പെട്രോവിച്ചിന്റെ ബോൾ ഡിസ്ട്രിബ്യൂഷനും സാഞ്ചസിന്റെ ബോൾ ഡിസ്ട്രിബ്യൂഷനും ഒക്കെ കണ്ടപ്പോൾ പുള്ളിക്കാരന് എന്നൊരു പേടിയെ നമുക്കൊരു വേറെ ഗോൾ കീപ്പറിനെ നോക്കാം. ആൻഡ് ബോർഡ് ഹാസ് ഒബ്ലൈജ്ഡ്. പക്ഷെ ചുമ്മാ ഗോൾ കീപ്പർ എന്ന് പറയുമ്പോൾ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, വെറും ടോപ്പ് ടാർഗറ്റ് ഒക്കെ പറഞ്ഞ് മൈക്ക് മൈഗ്രൻ അല്ലെങ്കിൽ ഡിയേഗോ കോസ്റ്റ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ചിഹ്നം കാശ് ചെലവാക്കിയിട്ട് നമ്മൾ സൈൻ ചെയ്യാൻ പരിപാടികൾ നിർത്തി. കുറെ കണ്ടീഷൻസ് ഉണ്ട്. അണ്ടർ 25 ട്രാൻസ്ഫർ ഫീ ഷുഡ് ബി ലോ, നമ്മുടെ സാലറി ഡിമാൻഡ് ഷുഡ് ബി ലോ, നല്ല ഹൈ സീലിംഗ് ആയിരിക്കണം, ഭാവിയിലേക്ക് വേണ്ടിയിട്ട് നല്ല പൊട്ടൻഷ്യൽ ആയിരിക്കണം. അങ്ങനത്തെ ഒരു ട്രാൻസ്ഫർ ടാർഗറ്റ്സിനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് അങ്ങനത്തെ ഒരു ട്രാൻസ്ഫർ ടാർഗറ്റിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഞാൻ എന്റെ വീഡിയോസ് ഷെയർ ചെയ്തോട്ടെ. അപ്പോ നമ്മുടെ ഫെബ്രീസിയോ റൊമാനോന്റെ ലേറ്റസ്റ്റ് ട്വീറ്റ് പ്രകാരം നമ്മൾ ഇനീഷ്യൽ അപ്രോച്ച് ഫോർ വിലറയന്റെ ഫിലിപ്പ് യോർഗൻസൺ ആസ് പൊട്ടൻഷ്യൽ ന്യൂ ഗോൾ കീപ്പർ. രണ്ട് സൈഡിൽ നിന്നും ടോക്കുകൾ സ്റ്റാർട്ട് ചെയ്തു. 4 പേരുകളാണ് അണ്ടർ കൺസിഡറേഷൻ. അതിൽ ഒരാള് നമ്മുടെ ഫിലിപ്പ് യോർഗൻസൺ ആണ്. ആൻഡ് മാറ്റ്സ് ഹെർമാൻസൺ ഓൾസോ അപ്രീഷിയേറ്റഡ്. പക്ഷേ മമർദവിഷിലിന് വേണ്ടിയിട്ട് യാതൊരു ടോക്കുമില്ല. മമർദവിഷിലിനെ കുറിച്ച് എന്തുകൊണ്ടാണ്, വില്ലിനെ കുറിച്ചിട്ട് എന്തുകൊണ്ടാണ് ടോക്ക് ഇല്ലാത്തത്? വളരെ സിമ്പിൾ ആണ്. ഹീസ് നോട്ട് എ ബോൾ പ്ലേയിങ് ഗോൾ കീപ്പർ, ഒരു ബ്രില്യൻ ഷോട്ട് സ്റ്റോപ്പർ. ശരിക്കും ജോർഗെ മമർദവിഷിലിയൊക്കെ ശരിക്കും പറഞ്ഞ ഒരു ലോ ബ്ലോക്ക് കൗണ്ടർ അറ്റാക്കിംഗ് ടീമിനൊക്കെ വേണ്ടി കളിക്കാൻ പറ്റി കഴിഞ്ഞാൽ കിട്ടുമായിരിക്കും. പക്ഷെ ഒരു പൊസിഷൻ ബേസ്ഡ് ഫുട്ബോളിന് കളിക്കാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ഒരു പ്ലെയർ അല്ല. അപ്പൊ അതുകൊണ്ടാണ് ഫിലിപ്പെ യോർഗൻസനെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആരടി ഇവൻ, താൻ ആരുവ നാരായണ എന്നും പറഞ്ഞ് ഞാൻ അന്വേഷിക്കാൻ തുടങ്ങിയത്. അപ്പോ ഫിലിപ്പെ യോർഗൻസൺ ഒരു 22 വയസ്സുകാരൻ, വില്ലറയലിന് വേണ്ടിയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു. നല്ല ഹൈറ്റ് ഉണ്ട്, 6'3", റൈറ്റ് ഫുട്ടഡ് ആയിട്ടുള്ള ഒരു ഗോൾ കീപ്പർ ആണ്. ഹി പ്ലേസ് ഫോർ ദ നാഷണൽ ടീം ജർമ്മനി. വലിയ സാലറി ഒന്നുമില്ല, 40,000 ആണ് വീക്ക്ലി അവരെ സംബന്ധിച്ചിട്ടുള്ളത്. പക്ഷെ സ്കൗട്ടിംഗ് റിപ്പോർട്ട് ഒരു സുഖമില്ലാത്തൊരു സ്കൗട്ടിംഗ് റിപ്പോർട്ട്. ഇതിന് വേറൊരു കാരണമുണ്ട്. കാരണം വില്ലറയൽ ഭയങ്കര ഒരു ലീക്കി ഗോൾ ഡിഫൻസ് എന്താ പറയണേ ഉള്ളൊരു ഡിഫൻസ് ഉള്ള ഒരു ടീം തന്നെയായിരുന്നു. അപ്പൊ അതിന്റെ പേരിലാണ് പുള്ളിക്കാരൻ കംപ്ലീറ്റ്ലി ഒരു എന്താ പറയണേ അണ്ടർ ദ റേഡർ. പക്ഷേ പുള്ളിക്കാരനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഷോട്ട് ഓൺ ടാർഗറ്റ് നേരിടുന്ന ഒരു വ്യക്തിയാണ്. 5.59 ഷോട്ട് ഓൺ ടാർഗറ്റ് ഒരു ഗോൾ കീപ്പറിന് പെർ 90 മിനിറ്റ്സ് എന്നൊക്കെ പറഞ്ഞ അന്യായ ഷോട്ട് ഓൺ ടാർഗറ്റ് അഗേൻസ്റ്റ് ആണ്. അതിലെ സേവ്സ് നോക്കാൻ നേരത്തെ 93%. ഇത് ഈ 2 ഫിഗറിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഹീസ് ബ്രില്യന്റ് ഇൻ ടേംസ് ഓഫ് ഷോട്ട് സ്റ്റോപ്പിംഗ്, അല്ലെങ്കിൽ ബ്രില്യന്റ് ഈസ് വെരി ഗുഡ് ഇൻ ടേംസ് ഓഫ് ഷോട്ട് സ്റ്റോപ്പിംഗ്. ആൻഡ് സേവ് പെർസെന്റേജിൽ താൻ നിൽക്കുന്നത് ഒരു 72% സേവ് പെർസെന്റേജ്. എന്നാൽ ഒരു ടിപ്പിക്കലി ഈ ഒരു സേവ് പെർസെന്റേജ് എന്നൊക്കെ പറഞ്ഞാൽ വല്ലാണ്ടൊന്നും കൂടണ്ട, ഒരു ചെറിയൊരു എമൗണ്ട് വരെ കൂടിക്കഴിഞ്ഞാൽ ഒരു 80% ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരു എലീറ്റ് ലെവലിലേക്ക് വരാം. പക്ഷെ ചെക്കന് അത്രയും പൊട്ടൻഷ്യൽ ഉണ്ട്. ചെൽസിയിൽ വന്നു കഴിഞ്ഞാൽ ഇത്രയും ഷോട്ട് ഓൺ ടാർഗറ്റ് എഗൻസ്റ്റ് നേടേണ്ടി വരില്ല. അപ്പോ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം പുള്ളിക്കാരന്റെ സേവ്സ് നമുക്ക് വേണ്ടത് അത്യാവശ്യം ഈ വരുന്ന ചില റിസ്കി സേവ്സുകളൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. സോ ഹി ഈസ് ഡെഫിനറ്റ്ലി ഗുഡ് ഇൻ ടേംസ് ഓഫ് ഷോട്ട് സ്റ്റോപ്പിംഗ്. പിന്നെ ക്രോസസ് ഉള്ളിലേക്ക് വരുന്നത് നല്ല രീതിയിൽ ടാക്കിൾ ചെയ്യാൻ അറിയാം. ഓർമ്മയുണ്ടല്ലോ നമ്മുടെ കെപ്പാരിസബലാഗ പെനൽറ്റി ബോക്സിലേക്ക് ക്രോസ് വരുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ നെഞ്ചിലിങ്ങനെ കൈവച്ചുകൊണ്ടിരിക്കും എന്താണ് സംഭവിക്കണം എന്നുള്ളത്. അത്യാവശ്യം ക്രോസസ് സ്റ്റോപ്ഡ് ആണ്. ക്രോസസ് സ്റ്റോപ്പ് പെർസെന്റേജും ഇതും ഇംപ്രൂവ് ചെയ്യാം. അതും യാതൊരു എന്താ പറയുക അതിലും ഏരിയ ഓഫ് ഇംപ്രൂവ്മെന്റ് കാണാനുണ്ട്. പക്ഷെ പുള്ളിക്കാരന്റെ മെയിൻ ആയിട്ട് പുള്ളിക്കാരൻ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ പുള്ളിക്കാരനെ നമ്മൾ സൈൻ ചെയ്യുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാസിംഗ് ആണ്. ഇതിൽ കാര്യമായിട്ട് അങ്ങോട്ട് പറ്റുന്നില്ല. പാസസ് അറ്റംപ്റ്റഡ് കാണിക്കുന്നുണ്ട്. പക്ഷെ എഗെയിൻ വില്ലറയൽ എന്ന് പറയുന്ന ഒരു ടീമിന് വേണ്ടി ഈ ഒരു സീസണിൽ, കഴിഞ്ഞ സീസണിൽ കളിക്കുമ്പോൾ ഇത് അത്രയ്ക്ക് ഫിഗറിൽ എടുത്ത് കാണിക്കുന്നില്ല. പക്ഷെ ഇവിടെയാണ് ഐ ടെസ്റ്റ് ആൻഡ് സ്കൗട്ട് റിപ്പോർട്ട് പറയപ്പെടുന്നത് ഹി ഈസ് ഗുഡ് വിത്ത് ഹിസ് ബോൾ ഇൻ ഹിസ് ഫീൽഡ്. ഷോർട്ട് പാസ് പെർസെന്റേജ് കംപ്ലീഷൻ വളരെ ഹൈ ആണ്, വളരെ കാം ആൻഡ് കമ്പോസ്ഡ് ആണ്, വളരെ ഹൈലി റേറ്റഡ് ഗോൾ കീപ്പേഴ്സ് ആണ് ഇൻ ലലീഗ. ഒരുപാട് ഇംഗ്ലീഷ് ക്ലബ്ബുകൾ പുള്ളിക്കാരന്റെ പുറകിൽ പോകുന്നുണ്ട് എന്നുള്ള വാർത്തകൾ ഇതിനു മുമ്പും വന്നിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷെ ആർസണൽ ആൻഡ് ലിവർപൂൾ ഒക്കെ ഈ പറയുന്ന പോലെ ഇവരുടെ പുറകിൽ പോവും എന്നുള്ള വാർത്തകളൊക്കെ ഇതിന് മുമ്പേ ഉണ്ടായിരുന്നു. അപ്പോ വളരെ ഹൈലി റേറ്റഡ്. ഐ ടെസ്റ്റ് പ്രൂവ്സ് ദാറ്റ് ദിസ് ഗൈ ഈസ് വാട്ട് മെറസ്ക വാണ്ട്സ്, ഒരു ബോൾ പ്ലേയിങ് ഗോൾ കീപ്പർ വിത്ത് എക്സലന്റ് ഷോട്ട് സ്റ്റോപ്പിംഗ് ആൻഡ് എ ഗുഡ് കമാൻഡ്
ഓഫ് ഏരിയൽ ക്രോസസ് ഇൻ ടു ദ പെനൽറ്റി ബോക്സ്. മതി, നമുക്കാണ് അഹങ്കാരമൊന്നുമില്ല, ഇതൊക്കെ മതി. സാഞ്ചസിന്റെ കാലം ബോൾ കിട്ടുമ്പോൾ തന്നെ നമുക്കൊരു ഒരു ടെൻഷൻ ആയിരിക്കും. ഇത് ഒരു പ്രോപ്പർ ട്രാൻസ്ഫർ ടാർഗറ്റ് വി ഫൈനലി ഐഡന്റിഫൈഡ്. നമുക്ക് ഇനി ഒരു സീസൺ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, നമുക്കൊരു ഗോൾ കീപ്പറിനെ പുറകെ പോയേ പറ്റൂ എന്നും പറഞ്ഞിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആണ്. ഡു ലെറ്റ് മീ നോ ഗൈസ് നിങ്ങളുടെ തോട്ട്സ് ഇൻ ദി കമന്റ് സെക്ഷൻ. താങ്ക് യു സോ മച്ച് വാച്ചിങ്. സൈനിങ് ഓഫ് SK ഫ്രം ഷാസിക.